അപ്പോൾ രാവിലെ തന്നെ മെഹന്തിയൊക്കെ എടുത്ത് വെച്ചിട്ട് എങ്ങോട്ടാണെന്നല്ലേ? നമുക്കിന്ന് 2 ബ്രൈഡൽ വർക്ക് ചെയ്യാനുണ്ട്. ഒന്ന് പയ്യന്നൂരും ഒന്ന് കണ്ണൂരുമാണ്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ്. സോ രാവിലെ തന്നെ ഇറങ്ങുന്നത് കൊണ്ട് ബാഗൊക്കെ തലേന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് വരുന്നത് പയ്യന്നൂരാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. കോറോമാണ് വീട് വരുന്നത്. ഐശ്വര്യ എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്. ആക്ച്വലി നമ്മൾ LKG to 4th സ്റ്റാൻഡേർഡ് സെയിം ക്ലാസ് ആയിരുന്നു. ഈ ഒരു ഹെന്ന ആർട്ടിസ്റ്റ് ജേണിയിൽ എനിക്ക് അടിപൊളിയായി തോന്നിയൊരു കാര്യം, എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്കൂൾ ഫ്രണ്ട്സിനും ഞാൻ തന്നെയാണ് ബ്രൈഡൽ ഹെന്ന ചെയ്തിട്ടുള്ളത്. അവരുടെ ബ്രൈഡൽ മെഹന്തി കണ്ട് റെഫറൻസ് വഴിയൊക്കെയാണ് എനിക്ക് വർക്ക്സ് കൂടാൻ തുടങ്ങിയത്. 6:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് അവൾ എണീക്കാൻ ചെറുതായിട്ട് ലേറ്റായി. അപ്പോൾ ഞാൻ മെഹന്തിയൊക്കെ എടുത്ത് വെച്ച് അവളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ അവളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ മെഹന്തി ഇടാൻ മേലെ റൂമിലോട്ട് പോവുകയാണ്. റൂമിലെത്തിയപ്പോൾ അവളൊരു സംഭവം കാണിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് മയിലുകളായിരുന്നു. അത് അവിടുത്തെ സ്ഥിരം ഗസ്റ്റാണെന്നാണ് പറഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ കാലിന് ഒരു സിമ്പിൾ മണ്ടാല ഡിസൈനാണ് സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്ന് തന്നെ കാലിൻ്റെ വർക്ക് ഫിനിഷായി. പിന്നെ നമ്മൾ വേഗം കൈ സ്റ്റാർട്ട് ചെയ്തു. അവൾ റെഫറൻസ് പിക്കൊക്കെ എനിക്ക് നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഡിസൈൻ നോക്കി അധികം ടൈം അപ്പോൾ പോയിട്ടില്ല. ഞാൻ പൊതുവേ നേരത്തെ തന്നെ ബ്രൈഡ്സിനോട് റെഫറൻസ് പിക്ക് ചോദിക്കും. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ബ്രൈഡൽ ഹെന്ന ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു 1/2 hour ഡിസൈൻ നോക്കാനും സെലക്ട് ചെയ്യാനും ഒരുപാട് സമയം പോവും. ഒരു കൈ അങ്ങനെ ഫിനിഷായിട്ടുണ്ട്. ഇതാണ് ഐശ്വര്യ. അവൾ ഫാർമസിസ്റ്റാണ്. ഡിസൈൻ നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുത്തു. അത്ര പ്രോ ഒന്നല്ലെങ്കിലും എനിക്കാവുന്നത് പോലെ തട്ടിക്കൂട്ടി ഇട്ട് കൊടുത്തു. ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ നെയിൽ പോളിഷൊക്കെ ഇട്ട് ഫിനിഷായി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻസ്റ്റാ റീൽസിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 കൈയും ഫിനിഷായി. ലോട്ടസും എലിഫൻസും ഒക്കെ ഉള്ള ഒരു ഡിസൈനാണ് ആൾ റെഫറൻസ് കാണിച്ചു തന്നത്. അപ്പോൾ അവൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആയെന്നാണ് പറഞ്ഞത്. എനിക്കും നല്ല ഇഷ്ടമായി ഫൈനൽ ഔട്ട്കം. വേഗം തന്നെ നമ്മൾ ബാക്ക് സൈഡ് സ്റ്റാർട്ട് ചെയ്തു. കാരണം എനിക്ക് 12:30 കണ്ണൂർക്കുള്ള ട്രെയിൻ. കാരണം അപ്പോൾ അധികം ടൈം കളയാനില്ല. ബാക്ക് സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ സിറ്റിംഗ് പുറത്തേക്ക് മാറ്റി കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കൊണ്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്ക് സൈഡൊക്കെ ഫിനിഷായി. ബാക്ക് സൈഡിലേക്കും കംപ്ലീറ്റ് ലോട്ടസ് തീമാണ് ആൾ ചൂസ് ചെയ്തത്. 4 സൈഡ്സും ഫിനിഷായി. ഇതാണ് ഫൈനൽ ഔട്ട്കം. ഐശ്വര്യനോട് അങ്ങനെ ബായൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ട്രെയിൻ കിട്ടുമോ നല്ല സംശയം ഉണ്ടായിരുന്നു. കാരണം ഓൾമോസ്റ്റ് ടൈം ആവാനായി. ട്രെയിൻ 1/2 hour ലേറ്റ് ആയതുകൊണ്ട് ഒന്ന് സമാധാനമായി. ഒന്ന് കോഫി കുടിക്കുമ്പോഴത്തേക്കും ട്രെയിൻ വേഗം തന്നെ എത്തി. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. സ്റ്റേഷനിൽ നിന്ന് ഒരു 7 minutes ഡ്രൈവായിരുന്നു ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത്. വ്ളോഗിങ് അത്ര ശീലമില്ലാത്തതുകൊണ്ട് പിന്നെ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം തന്നെ ഞാൻ കംപ്ലീറ്റ് മറന്നുപോയി. പിന്നെ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയതൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ മെഹന്തി സ്റ്റാർട്ട് ചെയ്ത്
തുടങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ മെഹന്തി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ബ്രൈഡിൻ്റെ പേര് അലീഷ ഷെറിൻ എന്നാണ്. ആള് കണ്ണൂരിലെ ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഷെറിൻസ് പാലറ്റ്. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതൊരു കൊളാബ് വർക്കായിരുന്നു. ആളൊരു കംപ്ലീറ്റ് അറബിക് ഹെന്നയാണ് ചൂസ് ചെയ്തത്. എൻ്റെ കംഫർട്ട് സോണല്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അറബിക് ഹെന്ന ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് എനിക്ക് ഔട്ട്കം നല്ല ഇഷ്ടമായി. ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, അടിപൊളിയായി. ആൾക്കും നല്ല ഇഷ്ടമായി. ആൾ ഒരു റെഫറൻസ് പിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എക്സാക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞു. ബ്രൈഡൽ ഹെന്ന ചെയ്യാൻ അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഈ മണിക്കൂറുകളെടുത്ത് ഈ വർക്ക് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ശരിക്കും നല്ല സന്തോഷമാവാറുണ്ട്. അതെല്ലാ ആർട്ടിസ്റ്റിനും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെ കഷ്ടപ്പാടിന് ഒരു റിസൾട്ട് ഉണ്ട് എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഈ മെഹന്തിയിൽ നമ്മൾ ഡേറ്റും ആൽഫബറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ സ്പേസ് വന്നപ്പോൾ അപ്പോൾ തന്നെ അങ്ങനെ ഒരു ഐഡിയ വന്നിട്ട് ചെയ്തതായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് ആക്കി. ഇതാണ് ഫൈനൽ ഡിസൈൻ. ഈ അറബിക് ഹെന്ന ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ മെഹന്തി ഇടുമ്പോൾ എടുക്കുന്ന ഇതുപോലത്തെ വീഡിയോസ് ഇന്നധികം എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം 2 വർക്ക്സ് ഉണ്ടായതുകൊണ്ട് തന്നെ സമയപരിമിതി നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്ത് തീർക്കുകയായിരുന്നു ചെയ്തത്. ഈ മെഹന്തി ഇട്ടതിന് ശേഷം അധികം വീഡിയോസും ഫോട്ടോസ് എടുക്കാൻ ടൈം ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് റിട്ടേൺ പയ്യന്നൂർക്ക് വരുന്ന ട്രെയിനിൻ്റെ ടൈം ആവാനായി. അതുകൊണ്ട് ഹറിബറിയിൽ വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഷെറിൻ കുറച്ച് ചോക്ലേറ്റ്സ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പയ്യന്നൂരെത്തി. നല്ല റഷ് ഉണ്ടായിരുന്നു. റിട്ടേൺ ട്രെയിനും അത്യാവശ്യം ഭയങ്കര റഷായിരുന്നു. വേഗം തന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട് പോയി. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗായിരുന്നു, എൻ്റെ ഫസ്റ്റ് വ്ളോഗായിരുന്നു ഇത്. അതെങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയുക. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.